ഗ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കൂടുതൽ വിവരങ്ങളുമായി തൗഫീഖ് ചേരും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. തൗഫീഖ്, ഈ വാർത്തയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ചൊവ്വാഴ്ച വിരമിക്കാനിരിക്കെയാണ് ഇപ്പോൾ പുതിയ കമ്മീഷണറെ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് ഗ്യാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സ്ഥാനമേറ്റത്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഇപ്പോൾ നിയമിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്തതിലൂടെ ഈ വർഷം ബീഹാറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അടുത്ത വർഷം ബംഗാൾ, അസം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും അദ്ദേഹം നിയന്ത്രിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിയുടേതാണ് ഈ തീരുമാനം. നേരത്തെ ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്നുള്ള പിന്മാറണമെന്നുള്ള ഒരു ആവശ്യം ഇന്ന് നടന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ കേസ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന പാനലിൽ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കണം എന്ന് ഒരാവശ്യം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചിരുന്നു. ചീഫ് ജസ്റ്റിസിനെ ആ പാനലിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെയുള്ള ഒരു ഹർജി സുപ്രീം കോടതി മറ്റന്നാൾ പരിഗണിക്കുന്നുണ്ട്. ഈ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ തിടുക്കപ്പെട്ടുകൊണ്ടൊരു യോഗം ചേരുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്ന് നടന്ന യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അത് ചെവിക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രഖ്യാപിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിയോജിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 1988 ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുന്ന ഗ്യാനേഷ് കുമാർ. നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത ബില്ല് തയ്യാറാക്കുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കെ ഉത്തർപ്രദേശിലെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി രേഖകൾ കൈകാര്യം ചെയ്തത് അദ്ദേഹമായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഏറെ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗ്യാനേഷ് കുമാർ എന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അവരുടെ പ്രതികരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇന്ന് വൈകുന്നേരമായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടെത്താനുള്ള ഒരു നീക്കം യോഗം ഇന്ന് നടന്നത്. ആ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ പേരുകൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് രൂക്ഷമായ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ആ വിയോജിപ്പുകൾ അവിടെ തുറന്നു പറയുകയും ചെയ്തിരുന്നു തൗഫീഖും നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം തന്നെ തള്ളിക്കൊണ്ടാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാരിന്റെ തിടുക്കപ്പെട്ടുള്ള നിയമനത്തിനെതിരെ ഏത് തരത്തിലുള്ള ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിരിക്കും ഒരു പക്ഷേ ഇനിയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? ഇന്ന് വൈകുന്നേരമാണ് ഈ യോഗം നടന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിൽ തന്നെ രാഹുൽ ഗാന്ധി വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാരണം മറ്റന്നാൾ ഈ കേസ് പരിഗണിക്കുന്നതിനിടയിൽ ഇത്തരം ഒരു യോഗം ചേരുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പ്രഖ്യാപിക്കരുതെന്നുമായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. ആ നിലപാട് രാഹുൽ ഗാന്ധി ഇന്ന് ഈ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. പൊതു താൽപര്യ ഹർജി ഉൾപ്പെടെയാണ് മറ്റന്നാള് സുപ്രീം കോടതി പരിഗണിക്കാൻ ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ നടക്കുന്നതിനിടയിൽ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണം സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും അതിന്റെ വിശ്വസ്തതയെക്കുറിച്ച് BJPക്ക് ആശങ്കയില്ലെന്നുമായിരുന്നു കോൺഗ്രസ് ആരോപിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം തിടുക്കപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് BJP പോകുന്നത്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാഷ്ട്രപതി ഇതിൽ നിയമന ഉത്തരവ് ശരിവെക്കുന്ന നടപടി കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തുക. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് വലിയ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റന്നാൾ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാടായിരിക്കും കോടതി എടുക്കുക എന്നുള്ളത് കൂടി വളരെ പ്രധാനമുള്ളതാണ്. ഗണേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാം. 1988 ബാച്ച് കേരള കേഡറിലെ IAS ഉദ്യോഗസ്ഥനാണ്. രാഹുൽ ഗാന്ധി അടക്കം കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ നിയമനം അംഗീകരിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തൗഫീഖ് അസ്ലം.